എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഇഡലി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മക്കളുടെ കുറച്ച് ദിവസത്തെ ആഗ്രഹമായിരുന്നു ഇഡലി വേണമെന്ന്. ഇഡലിയും സാമ്പാറും കൂടെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം കുറച്ച് ദിവസമായി അവരാണെങ്കിൽ ഇഡ്ഡലി കഴിച്ചിട്ട്. മെയിനായിട്ട് ദോശയാണ് അവർക്ക് റെഡിയാക്കുന്നത്. അപ്പം അവരുടെ ആഗ്രഹം പറയുമ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് ഇഡലിയാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡലി തട്ടിലാണെങ്കിൽ എണ്ണയൊക്കെ പുരട്ടി ഇഡലി മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡലി മാവ് റെഡിയാക്കുന്നതും ദോശമാവ് റെഡിയാക്കുന്നതും തമ്മിൽ അറിയാൻ വയ്യാത്തവർ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ പറയണേ. ഇതിൻ്റെ റെസിപ്പീസൊന്നും വേണ്ടാന്ന് എനിക്കറിയാം. കാരണം ഓൾറെഡി എല്ലാവർക്കും തന്നെ ഇഡലിയൊക്കെ ഉണ്ടാക്കാനും അതിൻ്റെ മാവൊക്കെ റെഡിയാക്കുന്നതൊക്കെ അറിയായിരിക്കും. പിന്നെ ചെറിയ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിരിക്കും അത് അറിയാൻ വയ്യാത്തവരായിട്ടുള്ളത്. നമുക്ക് നന്നായിട്ടാണെങ്കിൽ മാവ് നല്ല രീതിയിൽ അരച്ച് അതിന് ഇഡലിക്ക് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട. അങ്ങനെ അരച്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ ഒട്ടും ഈ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് റെഡിയാക്കാൻ പറ്റും. പിന്നെ സാമ്പാർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പാറും ഇഡലിയും കൂടെ ഇവിടെ ഞങ്ങളുടെ ഏബലിനും ഏഞ്ചലിനും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് പിന്നെ ചായയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഏബലിന് പാലാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് പാൽ അവന് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പാലിലാണ് പിന്നെ ഞങ്ങൾക്കുള്ള ചായയൊക്കെ റെഡിയാക്കിയത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഞാൻ അവളോട് പറഞ്ഞിട്ട് കുറേ സ്റ്റിക്കറുകളൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ ആണെങ്കിൽ മേടിക്കാൻ കിട്ടും. ഇതുപോലെ സ്റ്റിക്കറുകളൊക്കെ കിട്ടും. അപ്പോൾ ഞാനാണെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്തു, ഏത് രീതിയിൽ വരയ്ക്കണം, എനിക്ക് എങ്ങനെയാണോ വേണ്ടിയെന്നുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം അതുപോലെ തന്നെ അവളത് വരച്ച് തന്നായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം പിന്നെ ഈ കിച്ചണിലൊക്കെ ഒട്ടിച്ച് വെച്ചു. പക്ഷെ നല്ല രസം, എനിക്കിഷ്ടമാണ് ഇങ്ങനെ കിച്ചണിലൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ സ്റ്റിക്കേഴ്സും ഒക്കെ ആണെങ്കിൽ പൂക്കളും അങ്ങനെയൊക്കെ വെക്കാനൊക്കെ ഒരുപാട് ഇഷ്ടം കേട്ടോ. കണ്ടോ, നമ്മുടെ ഇഡലി ആണെങ്കിൽ നമുക്ക് ഓരോന്ന് ജസ്റ്റ് ആണെങ്കിൽ ഒന്ന് കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റുമാണ്. ആ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെ ഇഡലിയും നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചായയോ അല്ലെങ്കിൽ രാവിലത്തെ കാപ്പിക്കുള്ളത് ഉച്ചയ്ക്കൊക്കെ ചോറും ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾ കൂടെ സഹായിക്കും. കാരണം എല്ലാം എടുത്ത് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടി അവരും കൂടെ സഹായിക്കും. പാത്രം എടുത്തുകൊണ്ട് വെക്കാനും അതുപോലെ കൂട്ടാനും കറികളും ചോറും അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതിനുള്ള എല്ലാം അങ്ങോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയൊക്കെ അവർ സഹായിക്കാറുണ്ട്. പിന്നെ ആ സമയത്ത് ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുത്ത് വെക്കും. കാരണം പിന്നെ നമുക്കാണെങ്കിൽ വന്നു കഴിയുമ്പോഴത്തേനും ഒരുപാട് പാത്രങ്ങളൊന്നും ഇങ്ങനെ അടുക്കളയിൽ നിരന്ന് കിടക്കത്തില്ല. നമ്മൾ അപ്പം പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആശ്വാസമാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്തൊന്നും പറ്റാതെ വരും. ചിലപ്പോൾ ആണെങ്കിൽ കഴിച്ചിട്ടും കഴുകാമെന്ന് പറഞ്ഞുകൊണ്ട് വെക്കും. എന്നാൽ ഒരുപാട് നേരമൊന്നും ഇങ്ങനെ ഇട്ട് വെക്കത്തില്ല. ചില സമയത്തൊക്കെ ആണെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ കുറച്ച് നേരം അങ്ങനെ ടി വിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പരിപ്പ് കറിക്ക് പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പം സാധാരണ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയോടാണെങ്കിൽ ഒന്ന് ഒഴിക്കുമായിരുന്നു. അപ്പം പുറത്തോട്ടാണെങ്കിൽ അതിൻ്റെ വെള്ളമൊന്നും തെറിച്ച് വരത്തില്ലായിരുന്നു. പക്ഷെ അന്ന് അത് മറന്നു പോയത് കാരണം കൊണ്ട് ഞാൻ ഒരു ടിഷ്യൂ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുക്കറിൽ നിന്ന് വരുന്ന വെള്ളം ഒക്കെ ആണെങ്കിൽ ആ ടിഷ്യൂവിൽ പറ്റി പിടിക്കും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഈ സ്ഥലങ്ങളൊന്നും ഇങ്ങനെ തെറിച്ച് വീഴത്തില്ല. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആണെങ്കിൽ എളുപ്പം. അല്ലെങ്കിൽ ഈ കുക്കറിൽ നിന്ന് തിളച്ച് വീഴുന്ന വെള്ളമൊക്കെ ആണെങ്കിലും നമ്മുടെ കിച്ചണിലൊക്കെ ആണെങ്കിലും തെറിച്ചൊക്കെ വീഴും. പിന്നെ നമുക്ക് ഇരട്ടി പണിയാണ് അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ആണെങ്കിൽ മീൻകറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആണെങ്കിൽ ഉച്ചയ്ക്ക് മീൻകറിയും പരിപ്പ് കറിയുമായിരുന്നു, പിന്നെ ചോറുമായിരുന്നു. അതായിരുന്നു ഉച്ചക്കത്തേന് ഇന്ന് റെഡിയാക്കിയത്. മീൻകറിയൊക്കെ വെക്കുന്നത് നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുളിയാണെങ്കിൽ വെള്ളം ഓൾറെഡി ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും കുറച്ച് ഉപ്പൂടെ ചേർത്തു, കാരണം ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഇവിടെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഏബലിന് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കറി അതുപോലെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവളും മീനും കഴിക്കും.
അങ്ങനെ അവരുടെ മെയിനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം എന്താണോ ആ രീതിയിൽ അങ്ങ് ചെയ്ത് എടുക്കാൻ നോക്കും. ചില ദിവസമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വേണമെന്നൊക്കെ പറയുന്ന ദിവസം നമുക്ക് ഇപ്പോൾ ഡ്യൂട്ടിയുടെ തിരക്കോ അല്ലെങ്കിൽ നമ്മൾ വയ്യാത്ത അങ്ങനെ ഇരിക്കുവാണെങ്കിൽ മനസ്സിനൊരു ബുദ്ധിമുട്ടാണ് പിന്നീട് അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ എത്ര വയ്യാന്ന് പറഞ്ഞാലും അങ്ങ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് മെയിനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. അപ്പം മീൻകറിയൊക്കെ നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. മത്തങ്ങ അത് നമ്മൾ ഇന്ന് കറി വെക്കുന്നില്ല. അപ്പം വെറുതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും. അതിന് വേണ്ടി ചെറുതായിട്ടാണെങ്കിൽ ഒന്ന് കഷ്ണങ്ങളാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഫ്രീസറിലെടുത്ത് വെക്കും. പിന്നെ നമ്മൾ കറി വെക്കേണ്ട സമയത്ത് എടുത്തൊന്ന് കറി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ശകലം പോലും അഴുക്കായി പോകത്തില്ല. അപ്പം അങ്ങനെ ചെയ്യാത്തവരൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ വൈകിട്ടത്തേന് മക്കൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് മാഗി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വാനില ഐസ്ക്രീം ആണെങ്കിൽ റെഡിയാക്കി കൊടുത്തു. വാനില ഐസ്ക്രീം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും പഞ്ചസാരയും വാനില ഫ്ലേവറും കൂടെ ആണെങ്കിൽ മിക്സ് ചെയ്ത് പാല് തിളപ്പിച്ചു അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങനെ തിളപ്പിച്ച് ആറിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വാനില എസൻസ് കൂടെ ഒഴിച്ച് അങ്ങനെ ഐസ് റെഡിയാക്കിയെടുത്തു. നമ്മുടെ പഴയ ഇങ്ങനെ സൈക്കിളിലൊക്കെ ആണെങ്കിൽ മണിയൊക്കെ അടിച്ച് നാട്ടിൽ കൂടി ഇങ്ങനെ ഐസ്ക്രീമും കൊണ്ട് വരത്തില്ലേ, ആ ഒരു നൊസ്റ്റു ഫീലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഐസ്ക്രീം ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. താങ്ക് യു.